ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി. എല്ലാ ആവശ്യമുണ്ടോ? ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അവസാനം വണ്ടി കണ്ടപ്പോഴത്തേക്കും ചാടിക്കറി വണ്ടിക്കകത്തിരുന്ന് വണ്ടി ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവ് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുവാണ്. അതെ, നിർബന്ധിത റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ്. ഈ സമയത്ത് നമുക്ക് ഇതിപ്പോ ഒരു വലിയ ഭാരപ്പെട്ട പണിയാണോ, അതെയോ ഒരു കായികമായിട്ടുള്ള ഒരു വിനോദമായിട്ട് ഇതിനെ കാണാല്ലേ? അതിനടി ഈ സമയം അങ്ങനെയാണ്. ഈ സമയത്ത് പിന്നെ എങ്ങനെയുള്ള ആക്ടിവിറ്റീസാ ചെയ്യാൻ പറ്റുന്നത്? കംപ്ലീറ്റ്ലി റെസ്റ്റ് എന്ന് പറഞ്ഞാല് എങ്ങനെയുണ്ട്? കൊറേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു എത്ര മാസമായി വണ്ടി ഓടിച്ചാൽ? എത്ര മാസമായി കാണും? അത് ശരിയാണല്ലോ. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ലല്ലോ അല്ലെ? ഇതിപ്പോ 13-14 ദിവസമായി കാണും അല്ലെ? ക്ഷീണങ്ങളൊക്കെ മാറിയോ? ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു എന്താണ് ഡെലിവറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇപ്പൊ ഞാൻ ഇത് ഓടിക്കട്ടെ. ഒന്നാമത് ന്യായം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കുറെ നാളുകളായിട്ട് എല്ലാരും ചോദിക്കുന്നതാണ് നമ്മുടെ കിച്ചാമണി എന്ത് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇവിടെ ബാക്കിൽ ഒരാൾ പമ്മി കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ കിച്ചാമണിനെ ഡെലിവറിക്ക് കണ്ടില്ല, ഹോസ്പിറ്റലിൽ കണ്ടില്ല എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിച്ചാമണിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. കിച്ചാമണി കിച്ചാമണി വന്ന സമയത്തല്ല നമ്മൾ വീഡിയോ പിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നവർ കുറച്ച് സമയത്തല്ലേ വീഡിയോ പിടിക്കുന്നുള്ളൂ. അപ്പൊ ആ സമയത്തല്ല കിച്ചാമണി വന്നത്. അതുകൊണ്ടാണ് കിച്ചാമണിനെ കാണാതിരുന്നത് അല്ലേ? കിച്ചാമണി പരീക്ഷയൊക്കെ ഇപ്പൊ സ്റ്റഡി ലീവ് അല്ലേ? പഠിത്തമൊക്കെ എവിടെയായി? പഠിത്തം തുടങ്ങുന്നുള്ളോ? ഓണത്തിന് കിച്ചാമണി ഓണത്തിന് എന്താ ആഘോഷമൊക്കെ? വെക്കേഷൻ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കളികളായിട്ടിരുന്ന കിച്ചാമണി ആന്റി ആയിട്ടുണ്ട് അല്ലേ? കിച്ചാമണി അമ്മായിയാണോ ശരിക്കും? ശരിക്കും അമ്മായിയാണോ? അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആരെങ്കിലും ആണോ അമ്മായി? അമ്മായി എന്ന് പറഞ്ഞ അമ്മായി അല്ലേ? ഇപ്പൊ അങ്ങനത്തെ എല്ലാരും അങ്കിളും എല്ലാരും ആന്റിമാരും ആയതുകൊണ്ട് അമ്മായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങ് മറന്നു തുടങ്ങി കേട്ടോ. മറ്റേ ഇതല്ല ചിറ്റപ്പൻ, പാപ്പൻ, അപ്പന്റെ അനിയൻ. പാപ്പനോ? പാപ്പൻ അറിയില്ല. പിന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ, അമ്മാവൻ ഉണ്ട്, അമ്മായി ഉണ്ട്, മരുമകനുണ്ട്. മരുമകന്മാരെല്ലാരും മകനെ എന്ന് വിളിക്കുന്നു. കുഞ്ഞപ്പനോ? അതേതപ്പനാ കുഞ്ഞപ്പൻ? നിനക്ക് മാറിപ്പോവും. നീ ഇച്ചിരി പയ്യൊക്കെ പൊക്കെ. ഇതന്നെ നമ്മള് റേസിങ്ങിനും എല്ലാം പോവാണോ? ഇച്ചിരി അരഗന്റ് ആയിട്ട് ഓടിക്കുന്നുണ്ട്. അതേ താഴോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലേ. നീ ഇച്ചിരി മയത്തിലൊക്കെ ഓടിക്കേ കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു സന്തോഷങ്ങൾ മാത്രമായിരിക്കും വരിക. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്തരം ദിവസങ്ങളായുള്ളൂ വണ്ടി കണ്ടു. വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വണ്ടി കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കുമല്ലോ വണ്ടി ഓടിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് വന്നാണ്. ആ വഴി തിരിച്ചു പോകണം. ആ വണ്ടി പോട്ടെ. നമുക്കിങ്ങനെ കറങ്ങി അങ്ങ് പോവാം. അപ്പോൾ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വണ്ടി കാണുമ്പോഴല്ലോ, കുറേ നാളായിട്ട് ഓടിക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കുന്നു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചാടിക്കറി എൻ്റെ കൂടെ പോകുന്നതാണ്. ഞാൻ ദിവ്യനും കൊച്ചിനും കാണാനായിട്ട് ദിവ്യയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ വണ്ടിയാണോ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ചിരിയായിരിക്കും അല്ലേ? അമേരിക്കനാണ്, അമേരിക്കൻ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ. വണ്ടി വരുന്നുണ്ട്, ഇച്ചിരി സ്ലോയിലായിരിക്കും.
ഒത്തിരി കാട്ടിലോട്ട് ചേർക്കണ്ട. പയ്യെ 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 നോക്കി നോക്കി പോട്ടെ. ദിവ്യ, കുറെ നാളുകൂടി വണ്ടി ഓടിച്ചിട്ട് എന്നാ തോന്നണു? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആഹാ, ഒരു രസം തോന്നുന്നുണ്ട്, ഒരു മാനസിക ഉല്ലാസം പോലെ. എന്നാ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കട്ടോ.